ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ജീവനോടെയുണ്ടോ ഇല്ലയോ എന്നത് ലോകമെമ്പാടും സജീവ ചർച്ചാ വിഷയമാണ്. അദ്ദേഹം ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങൾ കാട്ടുതീ പോലെ പടരാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. എന്നാൽ ഈ ആരോപണങ്ങളൊന്നും ശരിയല്ലെന്നും അദ്ദേഹം ആരോഗ്യവാനായി ഇരിക്കുന്നുവെന്നും ലോകത്തെ അറിയിക്കാനായി ഇസ്രായേൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരുന്നു വീഡിയോ. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത്. പ്രസ്തുത വീഡിയോ ഇന്റർനെറ്റിൽ വരുന്നതിന് മുൻപ് ബെഞ്ചമിൻ നെതന്യാഹു എവിടെയാണെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നില്ല. കഴിഞ്ഞ മാർച്ച് 13-ന് നെതന്യാഹുവിന്റെ തന്നെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ പുറത്തുവന്ന വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഇടയ്ക്കിടെ 6 വിരലുകൾ പ്രത്യക്ഷപ്പെടുന്നതായി കാണാൻ സാധിച്ചിരുന്നു. ദൃശ്യങ്ങൾ വൻ വിവാദത്തിനാണ് പിന്നീട് അങ്ങോട്ട് തിരികൊളുത്തിയത്. ക്ലാസിക് AI ഫിംഗർ ഗ്ലിച്ച് എന്ന അപാകതയാണ് വീഡിയോയിൽ സംഭവിച്ചിട്ടുള്ള ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ അതോടെ പ്രചരിക്കാൻ തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇത്തരം പിഴവുകൾ സംഭവിക്കാമെന്നതാണ് ഉപയോക്താക്കളുടെ പ്രധാന കണ്ടുപിടുത്തം. വീഡിയോയിൽ കാണുന്ന നെതന്യാഹുവിന്റെ കൈവിരലുകളിലെ എണ്ണത്തിന്റെ വ്യത്യാസം മുൻനിർത്തി വീഡിയോ വ്യാജമാണെന്ന വാദവും അതോടെ ശക്തമായി. നെതന്യാഹു യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ സർക്കാർ ഈ വിവരം രഹസ്യമാക്കി വെച്ചിരിക്കുകയുമാണെന്ന പ്രചാരണം പിന്നീട് അങ്ങോട്ട് കൊഴുക്കാൻ തുടങ്ങി. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കും കാരണമായതോടെ നെതന്യാഹുവിന്റെ ഓഫീസ് വലിയ സമ്മർദ്ദത്തിലായി. 6 വിരലുകളുള്ള AI വീഡിയോ പിടിക്കപ്പെട്ടതോടെ അതിനെ മറികടക്കാൻ മറ്റൊരു പുതിയ വീഡിയോ കൂടി ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു സാധാരണ കഫേയിലിരുന്ന് ശാന്തമായി കോഫി കുടിക്കുന്ന നെതന്യാഹുവിന്റെ വീഡിയോ ആണ് അടുത്തതായി പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൈവിരലുകൾ എണ്ണി നോക്കാമെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. തനിക്ക് കോഫി എന്നാൽ ജീവനാണെന്നും തന്റെ മരണത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വെറും തമാശയാണെന്നുമൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഈ രണ്ടാമത്തെ നീക്കവും പാളിപ്പോയെന്നാണ് ജനങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ വീഡിയോയും AI നിർമ്മിതമാണെന്ന് തെളിയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ראש הממשלה אומרים ברשת שאתה בכלל מת? אני מת על קפה, אתה יודע מה? אני מת על העם שלי. איך הם מתנהגים, פנטסטי. אתה רוצה לספור את מספר אצבעות? אתה יכול להראות לנו? פה. פה. ראית? יפה מאוד. לחיים. ראש הממשלה מסר לאנשים שיוצאים ומתאווררים? לצאת להתאוורר, אבל ליד מרחב מוגן. והעמידה שלכם היא מדהימה, נותנת כוח לי, לממשלה, לצה"ל, למוסד. אנחנו עושים דברים שאני לא יכול לשתף ברגע זה, אבל עושים דברים מכים באיראן חזק מאוד, גם ביום הזה, גם בלבנון. ממשיכים. אתם אומרים לי להמשיך? אני אומר לכולכם, גם אתם תמשיכו. תמשיכו להישמע להוראות פיקוד העורף, כל הזמן, להישמע להוראות פיקוד העורף, וגם לראשי הערים, להיות תמיד ליד מרחב מוגן. ואנחנו נקל ככל שהדבר ניתן. ותודה לך על הקפה, הוא מצוין. אני לא יודע לגבי הקלוריות, זה נראה לי מסוכן מאוד. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയിലെ നെതന്യാഹുവിന്റെ കയ്യിലുള്ള കോഫി കപ്പിൽ കോഫിക്ക് യാതൊരു അനക്കവുമില്ലെന്നും ആവി ഉയരുന്നില്ലെന്നും വരെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം കോഫി കുടിക്കുന്നതായി അഭിനയിക്കുമ്പോഴും കപ്പിലെ ദ്രാവകത്തിന്റെ അളവിൽ മാറ്റമൊന്നും വരുന്നില്ല എന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാൻ കഴിയും. രാജ്യം മുഴുവൻ യുദ്ധഭീതിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി കഫേയിൽ പോയിരുന്ന് കോഫി കുടിക്കുമെന്ന് വിശ്വസിക്കാൻ പോകുന്ന വിഡ്ഢികളല്ല തങ്ങളെന്നും സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന സത്താഫ് കഫേ നിലവിൽ അടഞ്ഞുകിടക്കുകയാണെന്നും ഇതൊരു പഴയ വീഡിയോ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചതാണെന്നും പലരും കമന്റ് ചെയ്യുന്നുണ്ട്. കഫേയിലിരിക്കുന്ന ക്യാഷ് രജിസ്റ്ററിൽ കാണിക്കുന്ന വർഷം 2024 ആണെന്ന് കണ്ടെത്തിയവരുമുണ്ട്. നെതന്യാഹുവിന്റെ മകൻ യായർ നെതന്യാഹു മാർച്ച് 9-ന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിശബ്ദനായതും അദ്ദേഹത്തിന്റെ ഓഫീസ് ആദ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതുമടക്കം നെതന്യാഹുവിന്റെ തിരോധാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ദുരൂഹതകൾക്കിടയിലാണ് നെതന്യാഹുവിനെ സംരക്ഷിക്കാൻ ഭാര്യ സാറ നെതന്യാഹു തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ രംഗത്തെത്തിയത്. തന്റെ ഭർത്താവിനും കുടുംബത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹവും പിന്തുണയുമാണ് തങ്ങളുടെ ശക്തിയെന്നും ഇസ്രായേലിലെ ഭൂരിഭാഗം ജനങ്ങളും പ്രധാനമന്ത്രിക്കൊപ്പമാണെന്നുമാണ് അവർ തന്റെ പോസ്റ്റിലൂടെ കുറിച്ചത്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കുന്ന തരത്തിലുള്ള ശക്തമായ വാക്കുകളാണ് സാറ നെതന്യാഹു ഉപയോഗിച്ചത്. എന്നാൽ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വന്നതോടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കൂടുതൽ രൂക്ഷമായി. ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നും അല്ലാതെ ഭാര്യയുടെ വിശദീകരണമല്ല തങ്ങൾക്ക് വേണ്ടതെന്നും ജനങ്ങൾ തിരിച്ചടിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിതനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലൈവ് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് സാറ നെതന്യാഹുവിന്റെ പോസ്റ്റിനു താഴെ കമന്റുകളായി നിറയുന്നത്. കൂടാതെ ഇറാൻ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കെ ഇസ്രായേലിന്റെ ഏറ്റവും നിർണായകമായ സൈനിക കൗൺസിൽ യോഗത്തിൽ പോലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. മാർച്ച് 14-ന് ടെലവീവിൽ നടന്ന ഈ ഹൈ പ്രൊഫൈൽ മീറ്റിംഗിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും IDF ചീഫ് ഓഫ് സ്റ്റാഫ് അയൽ സമീറും പങ്കെടുത്തുവെങ്കിലും നെതന്യാഹുവിന്റെ അസാന്നിധ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും സംശയത്തിന് വഴിവെച്ചിരുന്നു.
ഉയർന്നു. യുദ്ധകാലത്ത് രാജ്യം ഇത്രയും ഗൗരവകരമായ ആലോചനകൾ നടത്തുമ്പോൾ ഭരണാധികാരി എവിടെയാണെന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ കാര്യത്തിൽ അർത്ഥവത്തായി.